ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നരേന്ദ്രമോദി പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് കൊണ്ട് ചില ഇസ്ലാമിക ശക്തികൾക്ക് ഈ രാജ്യത്തെ മതവൽക്കരിക്കാൻ പറ്റുന്നില്ല അത്ര. അതുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും നരേന്ദ്രമോദിയെ ഇല്ലാതാക്കാനും അദ്ദേഹത്തെ അധികാര കസേരയിൽ നിന്ന് ഇറക്കണം. യോഗി ആദിത്യനാഥിനെ ഒന്നിറക്കണം. എന്നിട്ട് വേണം ഈ രാജ്യത്ത് ഇൻഷാ അല്ലാ ഇൻകിലാബ് എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് ഇസ്ലാമിക കൊടി നാട്ടാൻ, അതല്ലെങ്കിൽ പാകിസ്ഥാന്റെ കൊടി നാട്ടാൻ. ഇപ്പോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ദിവസം എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ജയിക്കട്ടെ എന്ന് എഴുതിയ എന്ന ലേബലിൽ ബലൂണുകളും നമ്മുടെ ദേശീയ പതാകയ്ക്കകത്ത് പോലും അല്ലാഹു അക്ബറും വന്നത് എന്തുകൊണ്ടാണ്? ഈ രാജ്യം പിടിക്കാൻ സമ്മതിക്കാതെ ഈ രാജ്യം ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് നരേന്ദ്രമോദി ആ കസേരയിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. സ്വാഭാവികമായും ഒരു ചോദ്യം, ഇതുവരേക്കും കോൺഗ്രസ് ഭരിച്ചിട്ട് ഈ രാജ്യം മതവൽക്കരിക്കപ്പെട്ടില്ലല്ലോ. കോൺഗ്രസ് എന്താ ചെയ്തത്? ന്യൂനപക്ഷമായിരുന്ന മുസ്ലിങ്ങളെ ഭൂരിപക്ഷമാക്കി കൊടുത്തു. ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഏതു ഭാഗം വേണമെങ്കിലും അവർ കണ്ണുവച്ചാ മതി, അവർക്ക് സ്വന്തമാക്കി കൊടുത്തു. ഇതിൽ കൂടുതൽ ഇനി എന്താ ചെയ്തു കൊടുക്കേണ്ടത്? വഖഫ് ബില്ല് വേണോ? ഉലമാ ബില്ല് വേണോ? മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് വേണോ? എന്നു വേണ്ട സകലമാന അധികാരങ്ങളും മഹല്ല് കമ്മിറ്റികൾ തീരുമാനിക്കുന്ന, പള്ളി കമ്മിറ്റികൾ തീരുമാനിക്കുന്ന, വഖഫ് ബോർഡുകൾ തീരുമാനിക്കുന്ന രൂപത്തിലേക്ക് ഈ രാജ്യത്തെ ആക്കി മാറ്റിയില്ലേ? ഇനി എന്തു വേണം? ഇതുവരെ ഇവരെ അധികാരത്തിലിരുന്നതെല്ലാം കമ്മിയാണെങ്കിലും കൊങ്ങിയാണെങ്കിലും ഏത് സംസ്ഥാനങ്ങളിലായിരുന്നാലും ശരി അധികാരം പിടിച്ചത് എങ്ങനെയായിരുന്നു? മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു തന്നെയാണ്. അവരുടെ വോട്ട് ബാങ്ക് നേടിയിട്ട് തന്നെയാണ് അവരെ സുഖിപ്പിക്കുകയും അവർക്കൊപ്പം നമ്മള് ചെരുപ്പിനൊപ്പം കാല് മുറിക്കുന്നത് പോലെ അവർക്കൊപ്പം ആശയങ്ങളെയും നിലപാടുകളെയും ആദർശങ്ങളെയും ഒരുക്കി തൂക്കി തന്നെയാണ് ഇതുവരേക്കും ഇവർ ഈ രാജ്യത്തെ എത്തിച്ചത്. അവർക്ക് വേണ്ടിയായിരുന്നു ഇവർ ഭരിച്ചത്. അവർക്ക് വേണ്ടി ഈ രാജ്യത്തെ തീരെഴുതി കൊടുക്കാൻ ഇവർ തയ്യാറായി. ഇപ്പോ ഇവരുടെ കണ്ണിലെ മുഖ്യ ശത്രുവായി കരടായി നിൽക്കുന്നത് ഇപ്പോൾ നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദിയെ ഏതു വിധേനയും വീഴ്ത്തണം. ഇനിയുള്ള ശ്രമം അതിൻ്റെതാണ്. വീഴാതിരിക്കാൻ നരേന്ദ്രമോദിയും വീഴ്ത്താൻ ശത്രുക്കളും കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ഈ രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിർത്തുന്നതിന് വേണ്ടി മോദിയും, എതിർഭാഗത്ത് മറ്റു മുഴുവൻ ശക്തികളും ഒരുമിച്ച് ഈ രാജ്യത്തെ മതവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി നരേന്ദ്രമോദിയെ കടപുഴകി വീഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിനെതിരെയും കൊലവിളിയുമായി ഒളിവിൽ കഴിയുന്ന ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മസൂദ് അസർ 2 ദശാബ്ദത്തിലേറെയായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്ത അസർ വളരെ കാലത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ആഹ്വാനം നടത്തുന്നത്. തീവ്രവാദ സംഘടന നടത്തുന്ന ഓൺലൈൻ ഡിജിറ്റൽ ഫോറമായ ജെയ്ഷെ മുഹമ്മദിന്റെ കേഡറാണ് ഇത് പുറത്തുവിട്ടത്. നരേന്ദ്രമോദി നമ്മെ വെല്ലുവിളിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നമ്മുടെ ശവകുടീരത്തിന് മേൽ നിന്ന് നൃത്തം ചെയ്യുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ലജ്ജിച്ചു പോവുകയാണ്. ലോകത്തെ ഇസ്ലാമികവൽക്കരിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഈ 2 പേരാണ്, ഇന്ത്യയും ഇസ്രായേലും. ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും നാശമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് അസർ ആഘോഷിച്ചു. അള്ളാഹുവിന്റെ വചനത്തിലും ജിഹാദിലും വിശ്വസിക്കാത്ത ഭയാനകമായ ഭരണാധികാരികൾ കശ്മീരിലും പലസ്തീനിലും മറ്റ് മുസ്ലിം രാജ്യങ്ങളിലും ഞങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് അസ്ഹർ പുതിയ പ്രസംഗത്തിൽ പറയുന്നു. അതേസമയം മസൂദ് അസർ പ്രസംഗിച്ച സ്ഥലമടക്കം മനസ്സിലായെന്ന് ഒരു ഇന്ത്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാനിലെ ബഹവൽപൂരിന് പുറത്തുള്ള 1000 ഏക്കർ വിസ്തൃതയുള്ള ഉമ്മുൽ ഖുറ സെമിനാരിയിലും ബോസ് കോംപ്ലക്സിലും കഴിഞ്ഞ മാസം അവസാനമാണ് ഇത് നടന്നതെന്ന് ജെയ്ഷെയുമായി പരിചയമുള്ള ഒരു ഇന്ത്യൻ ഇന്റലിജൻസ് ഓഫീസർ ദേശീയ മാധ്യമത്തോട് പറഞ്ഞു. കെട്ടിടത്തിൽ ഏതു വിധേനയും ഈ രാജ്യത്തെ ഇല്ലാതാക്കണം. ഈ രാജ്യത്തെ ഒന്ന് തൊടണമെങ്കിൽ, ഇന്ത്യക്കൊരു പോറലേൽപ്പിക്കണമെങ്കിൽ നരേന്ദ്രമോദി വീഴണം എന്നിവർ മനസ്സിലാക്കി. അങ്ങനെ ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു ഉഗ്രൻ തീവ്രവാദി നേതാവായ മസൂദ് അസ്ഹർ കുറേയായി ഇന്ത്യക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. ഒളിയമ്പുകൾ, ഒളിപ്പോർ യുദ്ധങ്ങൾ, ഇതൊക്കെയാണ് കക്ഷിയുടെ രീതി. കുറേയായി ലഷ്കർ ഇ തൊയ്ബയുമായും അൽ ഖ്വയ്ദയുമായും അതുപോലെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളും സംഘടനകളുമൊക്കെയായി നിരന്തരം ചർച്ചകളിലാണ് എങ്ങനെ നരേന്ദ്രമോദിയെ വീഴ്ത്താം.
നരേന്ദ്രമോദി ആ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മളുടെ ഇസ്ലാമിക രാജ്യമെന്ന സ്വപ്നം നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അണികൾക്കിടയിൽ വിദ്വേഷ പ്രചാരണം നടത്തുവാണ്. നമ്മുടെ ശവകുടീരങ്ങൾക്ക് മുകളിൽ കയറി നിന്ന് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ജൂത പ്രധാനമന്ത്രി നൃത്തം കളിക്കുന്നെന്നും നമ്മുടെ ശവകുടീരങ്ങൾ കാണണമെന്നാണ് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് നമ്മളായിട്ട് കുഴിവെട്ടണമെന്നുമാണ് മസൂദ് അസ്കർ ഇപ്പോൾ ഒളിയമ്പുകൾ ഉതിർത്തിരിക്കുന്നത്. തലയ്ക്കകത്ത് ആളുതാമസമില്ലാത്ത, വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഈ ടീമുകൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി, അതിനകത്ത് ചാടിപ്പിടിച്ച് ഇവരങ്ങ് ഇറങ്ങി പുറപ്പെടും. ഇത് സത്യമാണോ മിഥ്യയാണോ? നമ്മൾ ഇതിനകത്ത് ഇറങ്ങി പുറപ്പെട്ടാൽ നമുക്കുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നെഗറ്റീവാണോ പോസിറ്റീവാണോ? ഇതിന്റെ കോൺസിക്വൻസസ് എത്രമാത്രം ഭീകരമായിരിക്കും? ഇതൊന്നും ഇവരെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഇവരെ ഇറങ്ങി പുറപ്പെടുവാണ് വികാര ജീവികളായതുകൊണ്ട്. ഇനി ഇവർക്ക് നരേന്ദ്രമോദിയെ വീഴ്ത്തണം. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും നിരവധി ഭവന ബ്ലോക്കുകളും ഉൾപ്പെടുന്നു. ഇന്ത്യ തെരയുന്ന കൊടും ഭീകരൻ, ഒന്നിലധികം ഭീകരാക്രമണത്തിലെ പ്രതി, UN ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആൾ, നിരോധിത സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ. വിശേഷണങ്ങൾ ഒരുപാടാണ് മസൂദ് അസറിന്. 1999 വർഷത്തിൽ നടന്ന കാണ്ഡഹാർ വിമാനാറാഞ്ചലിന് ശേഷം ഇന്ത്യ വിട്ടയച്ച ഭീകരരിൽ ഒരാളായിരുന്നു മസൂദ് അസ്ഹർ. അതിനുശേഷമായിരുന്നു ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന അയാൾ ആരംഭിക്കുകയും ഇന്ത്യക്കെതിരെയുള്ള പ്രതികാര നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. ഇവർക്കൊരു ലൈഫ് കിട്ടിയാൽ ഇവരത് ശരിക്ക് പ്രയോജനപ്പെടുത്തും. മുമ്പ് വർഷങ്ങളോളം ഇസ്രായേലിന്റെ തടവറയിൽ കിടന്ന വ്യക്തിയായിരുന്നു യഹിയ സിൻവാർ. ഒടുവിൽ ഇസ്രായേലിന്റെ ഒരു സൈനികനു വേണ്ടി 1000 പലസ്തീനികളെ വിട്ടുകൊടുക്കാൻ ഇസ്രായേൽ ഒരിക്കൽ തയ്യാറായി. ആ 1000-ൽ ഒരുവനായിരുന്നു യഹിയ സിൻവാർ. അതിനുശേഷം ഹമാസ് എന്ന സംഘടനയുമായി ചേർന്ന് ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരെ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു. അതുപോലെ തന്നെയാണ് ഈ മസൂദ് അസ്ഹറിന്റെ കാര്യവും. ഒരു ലൈഫ് കിട്ടി. അതിനുശേഷമാണ് തീവ്ര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടന ഫോം ചെയ്യുന്നതും അതിന്റെ ഫൗണ്ടർ ഹെഡുകളിൽ ഒരാൾ കൂടിയാണ് ഇയാള്. പിന്നീട് സജീവമായ പ്രവർത്തനങ്ങൾ അങ്ങ് തുടങ്ങി. ലൈഫ് കിട്ടിയല്ലോ. 2001 പാർലമെന്റ് ആക്രമണം മുതൽ 2019 പുൽവാമ ആക്രമണം വരെയുള്ള കേസുകളിൽ പ്രതിയായ കൊടും ഭീകരൻ എന്ന് ചുരുക്കി പറയാം. ഈ രാജ്യത്തിനെതിരെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്ത വ്യക്തി കൂടിയാണ് ഇയാള്. പുൽവാമയായിരുന്നാലും, പാർലമെന്റ് ആക്രമണമായിരുന്നാലും, ബോംബെ സ്ഫോടനമായിരുന്നാലും, മാംഗ്ലൂർ സ്ഫോടനം, അതുപോലെ കോയമ്പത്തൂർ സ്ഫോടനം, ഇതിലെല്ലാത്തിലും ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ഫൗണ്ടർ ഹെഡായ മസൂദ് അസ്ഹറിന് വ്യക്തമായ പങ്ക് NIA ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 2019 മെയിലാണ് ഇയാളെ ഐക്യരാഷ്ട്ര സംഘടന ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നത്. ഫ്രാൻസാണ് മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യം സജീവമാക്കി നിർത്തിയത്. UN രക്ഷാസമിതിയിൽ മസൂദിനെ ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചത് ഫ്രാൻസ് ആയിരുന്നു. ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചതിനാൽ മസൂദ് അസ്ഹറിന് സംരക്ഷണം നൽകാൻ പാകിസ്ഥാന് ഔദ്യോഗികമായി സാധിക്കില്ലെങ്കിലും പാകിസ്ഥാനിൽ തന്നെയാണ് മസൂദ് ഉള്ളതെന്നാണ് വിവരങ്ങൾ. ബഹാവൽപുരയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്താണ് ഇയാൾ താമസിക്കുന്നതെന്നും വിവരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ US ബിൽഡാഗിനെ പിടികൂടി. ഇയാളാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യ ശത്രു നരേന്ദ്രമോദിയാണെന്നും നരേന്ദ്രമോദിയെയാണ് ആദ്യം വീഴ്ത്തേണ്ടതെന്നും പറഞ്ഞത്. കാരണം നരേന്ദ്രമോദി ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിലുള്ളത് ജൂതന്മാരാണല്ലോ. ആ ജൂതന്മാരോട് ഐക്യപ്പെടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നരേന്ദ്രമോദിയെ വീഴ്ത്തണം. അതിനുശേഷം മതി നെതന്യാഹുവിലേക്ക് തിരിയൽ. ഈ മസൂദ് അസ്ഹറിനെ വർഷങ്ങളോളമായി ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച 2 രാജ്യങ്ങളാണ്. ഒന്ന് ഫ്രാൻസും 2 ഇന്ത്യയും. ഈ 2 രാജ്യത്തിനും എതിരെ ഒളിയമ്പുകൾ എയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ മസൂദ് അസ്ഹർ. നന്ദി.